ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഞാൻ വീണ്ടും ഒരു ഐറ്റമായിട്ട് വന്നേക്കാണ്. അതായത് നമ്മുടെ പഴം പിടി പായസമാണ് ഉണ്ടാക്കുന്നത്. പഴവും പിടിയൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേഗം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പിടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അളവ് ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അളവ് ഗ്ലാസ്സിൻ്റെ ഫുള്ള് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ സെയിം ഗ്ലാസ്സിൻ്റെ പകുതി പൊടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് അത് ആ ഗ്ലാസ്സിൻ്റെ ഫുള്ള് വെള്ളം അതേപോലെ പകുതി പൊടിയാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിയൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് പൊടിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ പിടി ഇറച്ചിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ആ വലിയ ബോളല്ല, നമ്മൾ ചെറിയ ചെറിയ ബോളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പിടി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതേപോലെ തന്നെ ഞാൻ പഴം എടുത്തിട്ടുണ്ട്, ഒരു 3 ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, നല്ല പഴുത്ത പഴമാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്, ഒരു ഫുള്ള് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാഷ്നട്ടും മുന്തിരിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി പൈനാപ്പിൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ കട്ടിയുള്ള ഭാഗം മുറിച്ച് മാറ്റണം. അതേപോലെ തന്നെ പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 4 വലിയ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നെയ്യ് നമ്മൾ പായസത്തിന് വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നെയ്യ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ കാഷ്നട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കാം. നേന്ത്രപ്പഴമൊക്കെ എന്താ പറയുക, പുറത്തൊക്കെ നന്നായിട്ട് കളറ് മാറുമ്പോൾ നമുക്ക് കഴിക്കാനൊന്നും ഒരുപാട് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ചെയ്യാതെ നമുക്ക് അടിപൊളി ഒരു ഡെസേർട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ ഞാനിവിടെ നമ്മുടെ കറുത്ത മുന്തിരി റേസിൻസ് ഞാനിവിടെ ഒന്ന് മൊരിക്കാൻ വെക്കുന്നുണ്ട്. സെയിം നെയ്യിൽ തന്നെ കേട്ടോ വറുക്കുന്നത്. ഇനി ഞാനതൊന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം നെയ്യിൽ തന്നെ ഞാൻ പൈനാപ്പിളും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് വഴഞ്ഞ് വരണ്ട. ഞാൻ കുറച്ച് കൂടുതൽ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിളിൻ്റെ അളവും കുറക്കാം കേട്ടോ. ഇനി ആ പൈനാപ്പിളിലേക്ക് ഞാനൊരു ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഇളക്കുകയാണ്. നന്നായിട്ട് ഇളക്കാം. ഇനി ഞാൻ ആ പൈനാപ്പിൾ ഒന്ന് ജസ്റ്റ് വേവാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഒന്ന് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഇനി ഞാൻ ആ പൈനാപ്പിൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണ് ഇത്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ടാണ് കേട്ടോ. അതേപോലെ പഴമുണ്ട്, തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പം ഞാൻ പൈനാപ്പിൾ ഞാനൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇനി അതേ നെയ്യിൽ തന്നെ ഞാൻ നമ്മുടെ പഴവും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് 2 രീതിയിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് പഞ്ചസാരയായിട്ട് മാത്രമാണെങ്കിൽ ഉണ്ടാക്കാം, അതേപോലെ ശർക്കര പാനി യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ശർക്കര പാനി യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇനി നമ്മൾ പൈനാപ്പിൾ ചെയ്ത പോലെ തന്നെ ഞാൻ ഒരു ചെറിയ സ്പൂൺ മധുരം ഞാൻ ഈ പഴത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ച പൊടിയില്ലേ, ആ പൊടി ഞാനിങ്ങനെ എടുത്ത് നന്നായിട്ട് കുഴക്കാണ്. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് കുഞ്ഞു ബോളാക്കാണ്. നമ്മൾ പിടിയും ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വലിയ ബോളാണ് എടുക്കുക. അപ്പോൾ അതിൻ്റെ സ്മോൾ ബോളാണ് ഞാൻ. നമ്മുടെ പായസത്തിനകത്ത് കുഞ്ഞു ബോൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ പായസത്തിൻ്റെ കൂടെ കഴിക്കുമ്പോഴും അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഇതേ കുഞ്ഞ് സൈസിൽ ഇതേപോലെ ബോൾ ഇങ്ങനെ മാറ്റി ഇടാണ്. ഞാൻ ഉപ്പിട്ട് മാത്രമേ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഉപ്പിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ പഴം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു.
ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര പാനി എടുക്കാം കേട്ടോ. ഇനി ഞാൻ ആ പാനിലോട്ട് തന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ആ പാൽ ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ പിടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാലിൽ നമ്മുടെ പിടി ഇങ്ങനെ നന്നായിട്ട് കുറുകി വരും. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നേരത്തെ വേവിച്ച പൊടിയാണ് ഇട്ടത്. നമ്മുടെ തേങ്ങാപ്പാലിൽ ഒന്ന് ജസ്റ്റ് പിടിയും കൂടി ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ശർക്കര ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഞാനിവിടെ ഒരു ബ്രൗൺ ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിച്ച് വൈറ്റ് ഡെസേർട്ടും ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമ്മുടെ ഏലക്കാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പഴവും കൂടി ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്, തിളയ്ക്കുന്നുണ്ട്. തേങ്ങാപ്പാലിൽ പഴവും ഒക്കെ ഇട്ട് വെന്ത് വരുമ്പോൾ പ്രത്യേക മണം തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വീണ്ടും പറയാണ്, പൈനാപ്പിൾ നല്ല പഴുത്തതും മധുരമുള്ള പൈനാപ്പിൾ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അല്ലാതെ തന്നെ പഴവും പിടി പായസം ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഒരു ഫുള്ള് തേങ്ങ മുഴുവൻ എടുക്കാനില്ലെങ്കിൽ ഒരു അരമുറി തേങ്ങയും അതേപോലെ തന്നെ ബാക്കി പശുവിടെ പാലും കൂടി കൂട്ടിയിട്ടിട്ടാലും മതി. നല്ല ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ എനിക്ക് പറഞ്ഞു തരാം. ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്, ആ നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ മുരിപ്പിച്ച് വെച്ച് നമ്മുടെ കാഷ്യൂനട്ടും അതേപോലെ തന്നെ മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴം പിടി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരും. അതുവരെ അസ്സലാമു അലൈക്കും.